നമസ്കാരം. ഈ ചാനലിലൂടെ അടുത്തതായി അവതരിപ്പിക്കുന്നത് അലിസ്റ്റർ മെക്ലീൻ്റെ തന്നെ മറ്റൊരു വിഖ്യാത നോവലായ ഐസ് സ്റ്റേഷൻ സീബ്ര എന്ന നോവലാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിലത് പറയുകയാണെങ്കിൽ ഈ മെക്ലീൻ്റെ മിക്കവാറും നോവലുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെയും അനുഭവങ്ങളാണ്. മെക്ലീൻ 5 വർഷം ബ്രിട്ടീഷ് നേവിയിൽ വർക്ക് ചെയ്തിരുന്നു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത്. ആ സമയത്ത് അദ്ദേഹം ധാരാളം യുദ്ധക്കപ്പലുകളിലും അതുപോലെ ചില സബ്മറൈൻസിലും എല്ലാം ജോലി ചെയ്തിരുന്നു. 1952 മുതൽ 54 വരെ നടന്ന ഒരു ബ്രിട്ടീഷ് ആർട്ടിക് എക്സ്പെഡിഷൻ ടീമിൽ ഉണ്ടായിരുന്ന 5 അംഗങ്ങൾ 1953 പിൻവലിക്കപ്പെട്ടു. പകരം നിയോഗിക്കപ്പെട്ട 5 പേരിൽ ഒരാൾ മെക്ലീനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻലൻഡ് ഐസ് ക്യാപ്പ് എല്ലാം അദ്ദേഹം വളരെ വിശദമായി മനസ്സിലാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണെങ്കിൽ ബ്രിട്ടീഷ് മിലിറ്ററിയിലും അത് കഴിഞ്ഞ് സീക്രട്ട് സർവീസിലും ഒരു കമാൻഡോ ആയിരുന്നു. ആ സഹോദരൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പല നോവലുകളിലും പ്രതിപാദ്യ വിഷയങ്ങളാണ്. അപ്പോൾ അനുഭവങ്ങളും കൂടെ അല്പം ഭാവനയും, ഇതാണ് മെക്ലീൻ്റെ നോവലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കഥയുടെ പശ്ചാത്തലത്തിൻ്റെ വലിയൊരു ഭാഗം ഈ ചാനലിൽ തന്നെ ആദ്യത്തെ നോവലായ നൈറ്റ് വിത്തൗട്ട് എൻഡിൻ്റേതുപോലെ ഗ്രീൻലൻഡ് ഐസ് ക്യാപ്പാണ്. ഗ്രീൻലൻഡ് ഐസ് ക്യാപ്പിൽ സ്ഥാപിക്കപ്പെട്ട ബ്രിട്ടൻ്റെ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഐസ് സ്റ്റേഷൻ സീബ്ര, അവിടെ അപ്രതീക്ഷിതമായി ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. വിവരം കിട്ടിയ ബ്രിട്ടൻ, അതുകൂടാതെ USA, USSR എന്നീ രാജ്യങ്ങളുടെ വിമാനങ്ങൾ തെരച്ചിൽ നടത്തിയെങ്കിലും 2 കാരണങ്ങൾ കൊണ്ട് ആ സ്റ്റേഷൻ്റെ സ്ഥാനം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാരണം അതിശക്തമായ മഞ്ഞുവീഴ്ചയും ഒപ്പം അതിശക്തമായ കാറ്റും. രണ്ടാമത്തെ കാരണം ഈ ഐസ് സ്റ്റേഷൻ സീബ്രയുടെ ഒരു പ്രത്യേകതയാണ്, അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രീൻലൻഡ് മെയിൻ ഐസ് ക്യാപ്പിലല്ല, അതിൻ്റെ പരിസരത്തുള്ള ഐസ് ഫ്ലോ എന്ന ഒരു മഞ്ഞ് പാളിയിലാണ്. ഐസ് ഫ്ലോയുടെ പ്രത്യേകത അത് മന്ദം ചലിച്ചുകൊണ്ടിരിക്കും. ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷൻ്റെ സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൃത്യമായ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ USS ഡോൾഫിൻ എന്ന ന്യൂക്ലിയർ സബ്മറൈൻ റെസ്ക്യൂ ഓപ്പറേഷനെ അയക്കുന്നു. സ്കോട്ട്ലൻഡിലെ ഹോളിലോച്ച് നേവൽ പോർട്ടിലെത്തിയ ആ ന്യൂക്ലിയർ സബ്മറൈൻ അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നതിന് മുമ്പായി ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഡോക്ടർ കാർപ്പൻ്റർ എന്ന ഒരു വ്യക്തി കൂടി ക്രൂവിൽ ജോയിൻ ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന ഉദ്വേഗജനകമായ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ അനന്തരഫലങ്ങളും അവയാണ് ഈ നോവലിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ. അടുത്ത വീഡിയോയിൽ ഐസ് സ്റ്റേഷൻ സീബ്ര എന്ന ആ നോവലിൻ്റെ കഥ പൂർണ്ണമായും അവതരിപ്പിക്കുന്നതായിരിക്കും.